ഹലോ പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ പുതിയ ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അക്കൗണ്ടിംഗ് ഇക്വേഷൻ പഠിച്ചിരുന്നു. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതിനോടനുബന്ധിച്ചിട്ട് ഞാൻ റിസീവിങ് ഗിവിങ് ആസ്പെക്ട് പറഞ്ഞിരുന്നു. അത് പ്രകാരം നമ്മൾ കുറച്ച് കണക്കുകൾ ചെയ്ത് നോക്കിയിരുന്നു. ആക്ച്വലി കണക്ക് ചെയ്തതല്ല, റിസീവിങ് ഇത്ര, ഗിവിങ് ഇത്ര, എന്നിട്ട് അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷനെ കറക്റ്റ് ആണ് എന്ന് ഞാൻ തെളിയിച്ച് തന്നിരുന്നു, പ്രൂവ് ചെയ്ത് തന്നിരുന്നു. അവിടെ റിസീവിങ് ആൻഡ് ഗിവിങ് ആസ്പെക്ട് നമ്മൾ പറഞ്ഞല്ലോ. ആ റിസീവിങ് ആൻഡ് ഗിവിങ് ആസ്പെക്ടിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ പറയാൻ പോവുകയാണ് റിസീവിങ് ആൻഡ് ഗിവിങ് ആസ്പെക്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് റിസീവിങ് ആൻഡ് ഗിവിങ് ആസ്പെക്റ്റിൽ നിന്ന് തന്നെ ഇന്ന് തുടങ്ങാം. ഓക്കെ, റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും, റിസീവിങ് ഗിവിങ് ഒന്നും കൂടി ഞാൻ ചെറുതായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാം. ഒരു ബിസിനസ് ട്രാൻസാക്ഷന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷനിൽ ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് നമ്മൾ ഒരു കടയിൽ ചെന്ന് സാധനം പർച്ചേസ് ചെയ്തു, നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് സാധനം കിട്ടുന്നു. അത്രയും വിലയുള്ള ആ സാധനം എത്ര രൂപയുടേതാണോ അത്രയും വില നിങ്ങൾ ആ കടയിൽ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് റിസീവിങ് ആൻഡ് ഗിവിങ് ആസ്പെക്ട്. ഇങ്ങോട്ട് കിട്ടുന്നത് സാധനം, നമ്മൾ അങ്ങോട്ട് പകരം കൊടുക്കുന്നത് ക്യാഷ്. ഓക്കെ, റിസീവിങ്ങും ഗിവിങ്ങും. ഈ റിസീവിങ് ഗിവിങ് ആസ്പെക്ടിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള റിസീവിങ് ആൻഡ് ഗിവിങ് ആസ്പെക്ട്. ഓക്കെ, ഈ റിസീവിങ് ആൻഡ് ഗിവിങ് ആസ്പെക്ടിനെ ഇനി നമ്മൾ റിസീവിങ് ആസ്പെക്ട്, ഗിവിങ് ആസ്പെക്ട് എന്നല്ല വിളിക്കുക, മറിച്ച് ഡെബിറ്റ് ആസ്പെക്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് ആസ്പെക്ട് എന്നാണ് വിളിക്കുക. റിസീവിങ് ആസ്പെക്ടിനെയാണ് ഡെബിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്, ഗിവിങ് ആസ്പെക്ടിനെയാണ് ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദർ ഹാവ് എ ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദർ ഹാവ് എ ക്രെഡിറ്റ് ആസ്പെക്ട്. അപ്പോൾ ഓൾറെഡി റിസീവിങ് ആസ്പെക്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തു. റിസീവിങ് ആസ്പെക്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ചെയ്തതിന് ശേഷം ഗിവിങ് ആസ്പെക്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തു. അപ്പോൾ റിസീവിങ്ങിനെയാണ് ഡെബിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്, ഗിവിങ്ങിനെയാണ് ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്. അതിനൊരു പേര് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇതിൽ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇനി ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് നമ്മൾ റിസീവിങ്ങിനെ ഡെബിറ്റും ഗിവിങ്ങിനെ ക്രെഡിറ്റും എന്ന് പറയുന്നതിന് പകരം അതൊരു ടിപ്പ് പോലെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതായത് റിസീവിങ്ങിനെ ഡെബിറ്റ് എന്ന് വിളിക്കുന്നു, ഗിവിങ്ങിനെ ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ ഇതിന് കൃത്യമായിട്ട് ഒരു റൂൾ ഉണ്ട്. എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ഒരു സാധനം ഡെബിറ്റ് ആകുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഡെബിറ്റ് ആയത്. ഇനി ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗിവിങ് ആസ്പെക്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ക്രെഡിറ്റ് എന്ന് പറയാൻ കാരണം ആയത്. ഓക്കെ, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാം, അക്കൗണ്ടിങ്ങിന്റെ റൂൾ എന്ന് പറയാം. ആക്ച്വലി രണ്ട് തരത്തിലുള്ള റൂളാണ് ഇന്ന് ലോകത്ത് ഫേമസ് ആയിട്ടുള്ളത്. ഒന്ന് ബ്രിട്ടീഷ് റൂൾ, മറ്റൊന്നാണ് അമേരിക്കൻ റൂൾ. ഞങ്ങളൊക്കെ ചെറുപ്പത്തില്, ഞാനൊക്കെ പ്ലസ് 1 പഠിച്ചത് ആക്ച്വലി ബ്രിട്ടീഷ് റൂളാണ്. പക്ഷേ നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ കാര്യമായിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അമേരിക്കൻ റൂളാണ്. എന്തൊക്കെ റൂളാണുള്ളത്? ബ്രിട്ടീഷ് റൂളും ആൻഡ് ദി അതർ വൺ ഈസ് അമേരിക്കൻ റൂൾ. ഓക്കെ, ബ്രിട്ടീഷ് റൂൾ. നമുക്കിത് വേണമെങ്കിൽ രണ്ടും എന്ത് ചെയ്യാൻ പഠിക്കാം, അമേരിക്കൻ റൂൾ. എന്തായാലും നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് പോലെ തന്നെ ഞാൻ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതും അതിന് പ്രാധാന്യം കൊടുക്കുന്നതും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതും അമേരിക്കൻ റൂള് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ റൂള് പ്രകാരം എങ്ങനെയാണ് ഒരു ഡെബിറ്റ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷനിലെ ക്രെഡിറ്റ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നേരിട്ട് അതിലേക്ക് തന്നെ പോകാം. ഇതൊക്കെ ഞാൻ മായ്ക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞല്ലോ രണ്ട് റൂളാണുള്ളത്. അതിനെ ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് എന്നൊക്കെ പറയും. ഇതിനെ ബ്രിട്ടീഷ് റൂളിനെ ഗോൾഡൻ പ്രിൻസിപ്പിൾസ്. അത് പണ്ട് മുതലേ ഉള്ളതാണ്, എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. അതിനുശേഷം വന്ന സാധനമാണ് ആക്ച്വലി എന്ത്, അമേരിക്കൻ റൂൾ ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഗോൾഡൻ റൂൾ അല്ല ഞാനിപ്പം പറയാൻ പോകുന്നത്, ഞാൻ അമേരിക്കൻ റൂളാണ് പറയാൻ പോകുന്നത്. അമേരിക്കൻ റൂൾ അനുസരിച്ച് അക്കൗണ്ടിങ്ങിൽ മെയിൻ ആയിട്ട് 5 ഹെഡ് ഉണ്ട്, 5 ഗ്രൂപ്പുകൾ ഉണ്ട്. നമുക്കറിയുന്നത് തന്നെയാണ്. ഈ 5 ഗ്രൂപ്പും ഞാനിവിടെ എഴുതാം. ഒന്നാമത്തെ ഗ്രൂപ്പ് ലാബിലിറ്റി ഗ്രൂപ്പാണ്. ലാബിലിറ്റി, ഇൻകം ഓർ റവന്യൂ ഗ്രൂപ്പ്, ക്യാപിറ്റൽ
ഗ്രൂപ്പ്. മൂന്നാമത്തെ പറയാണ് അസറ്റ് ഗ്രൂപ്പ്. നാലാമത്തത് അഞ്ചാമത്തത് എക്സ്പെൻസ് ഗ്രൂപ്പ്. ഓക്കെ, ഇത്രയും ഗ്രൂപ്പുകളാണ് അമേരിക്കൻ റൂൾ അനുസരിച്ച് അക്കൗണ്ടിങ്ങിന് ഉള്ളത്. ഇത് നമുക്ക് അറിയുന്നതാണ്. ലാബിലിറ്റി എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇൻകം ഓർ റവന്യൂ എന്താണെന്ന് നമുക്കറിയാം. ക്യാപിറ്റൽ എന്താണെന്ന് നമുക്കറിയാം. അസറ്റ് എന്താണെന്ന് നമുക്കറിയാം. എക്സ്പെൻസ് എന്താണെന്ന് നമുക്കറിയാം. ഇനി ഒരു ബിസിനസ്സിൽ ഇത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യും. അസറ്റ് കൂടും, അസറ്റ് കുറയും, ഇൻകം കൂടും, ഇൻകം കുറയും, ക്യാപിറ്റൽ കൂടും, കുറയും. ഓക്കെ, അതുപോലെ അസറ്റ് കൂടും, കുറയും, എക്സ്പെൻസ് കൂടും, കുറയും. അപ്പൊ ഇത്തരം ഘട്ടത്തിലാണ് നമ്മൾ കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യുക, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് ഈ റൂള് വെച്ച് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ഷോർട്ടായിട്ട്, ഷോർട്ട് പറയുന്നതിന് മുന്നേ ഞാൻ ഇതിന്റെ റൂൾ ഒന്ന് പറയാം. അതായത് ഒരു ബിസിനസ് സ്ഥാപനം മറ്റുള്ള ആൾക്കാരുമായിട്ട് ഡീലിങ്സ് നടത്തുമ്പോൾ അവരുടെ ലാബിലിറ്റി വർദ്ധിക്കുകയാണെങ്കിൽ, ലാബിലിറ്റി കൂടുകയാണെങ്കിൽ, അതായത് മുകളിലോട്ട് കാണിക്കുകയാണ്, മുകളിലോട്ട് വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ്. ഓക്കെ, അതുപോലെ ഇൻകം ഓർ റവന്യൂ വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഓക്കെ, ഇനി ക്യാപിറ്റൽ വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അപ്പോ ഒരു സ്ഥാപനത്തിലെ ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ഇവ വർദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. ഉദാഹരണത്തിന് നോക്കിക്കോ, നിങ്ങൾ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് സാധനം കടത്തിന് മേടിച്ചു. ഓക്കെ, കടത്തിന് മേടിച്ചപ്പോൾ അയാൾക്ക് പൈസ കൊടുക്കാനുണ്ടല്ലോ, അദ്ദേഹത്തിനാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി, ക്രെഡിറ്റർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. സോ ഹീസ് എ ലാബിലിറ്റി അല്ലെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലാബിലിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്രെഡിറ്ററുടെ പേര് നമ്മൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അദ്ദേഹത്തിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അതായത് നമുക്കൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. കണക്ക് ചെയ്യാൻ ഇത് അത്യാവശ്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുന്നത് എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ബിസിനസ് ഡീലിംഗ്സിൽ നമുക്ക് ലാബിലിറ്റി ഉണ്ടാകുകയാണെങ്കിൽ, ലാബിലിറ്റി വർദ്ധിച്ചു വരികയാണെങ്കിൽ അതിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻകം വർദ്ധിച്ചു വരികയാണെങ്കിൽ അതിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്യാപിറ്റൽ വർദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ആണ് ചെയ്തത്. നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ഞാൻ എഴുതി കാണിച്ചു തന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. ഇനി അവസാനത്തെ രണ്ടെണ്ണം ഉണ്ട്. ഇത് വർദ്ധിക്കുമ്പോൾ നേരെ തിരിച്ചാണ്, ഡെബിറ്റ് ആണ് ചെയ്യുക. ഇത് വർദ്ധിക്കുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യുക. ഞാനിപ്പം വർദ്ധിക്കുന്നതിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലാബിലിറ്റി വർദ്ധിക്കുമ്പോൾ, ഇൻകം ഓർ റവന്യൂ വർദ്ധിക്കുമ്പോൾ, ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ, അസറ്റ് വർദ്ധിക്കുമ്പോൾ, എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ. ഇനി ഇത് വർദ്ധിക്കുമ്പോൾ ക്രെഡിറ്റ് ആണെങ്കിൽ കുറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് കുറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് കുറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഏതിന്റെ ഓപ്പോസിറ്റ്? ഈ വർദ്ധിക്കുന്നതിന്റെ ഓപ്പോസിറ്റ്. ഇതും അതുപോലെ തന്നെ കുറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ ഡെബിറ്റ് ആണ് കൂടുമ്പോൾ, അപ്പൊ കുറയുമ്പോൾ ക്രെഡിറ്റ് ആയിരിക്കും. ഇവിടെ എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ ഡെബിറ്റ് ആണ്, അത് കുറയുമ്പോൾ ക്രെഡിറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇത് ഓർമ്മിക്കാൻ നിങ്ങൾക്ക് ഞാനൊരു ചെറിയ വിദ്യ പറഞ്ഞുതരാം. ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ അല്ലേ? അതായത് LIC എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. LIC അല്ലെ? LIC ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്. നമ്മള് ലൈഫിനെ ഇൻഷൂർ ചെയ്യുക. എന്തെങ്കിലും അപകട മരണമൊക്കെ അല്ലെങ്കിൽ അപകടമൊക്കെ, കയ്യോ കാലോ ഓടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചികിത്സക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇൻഷൂർ ചെയ്യേണ്ടി വരും. LIC എന്ന് പറയുന്നത് ഗവൺമെന്റ് കീഴിലുള്ള ഒരു വലിയ സ്ഥാപനം. നിങ്ങളുടെ നാട്ടിലുണ്ടാവും പലർക്കും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ, ഫാമിലിയിൽ തന്നെ ആൾക്കാർക്ക് LICയിൽ ജോലിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ LIC കൂടുമ്പം ക്രെഡിറ്റ്, എല്ലും ഐയും സിയും, ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ്, ക്രെഡിറ്റ്, ക്രെഡിറ്റ്. അപ്പൊ കുറയുമ്പോൾ എന്താ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. കുറയുമ്പോൾ ഡെബിറ്റ് ആണ് വരിക. ഇനി അസറ്റും എക്സ്പെൻസും, AE, LIC, AE, അസറ്റും എക്സ്പെൻസും കൂടുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യുക.
കുറയുമ്പോൾ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതിന് ഓപ്പോസിറ്റ് ആവില്ല. എന്ത്? ഡെബിറ്റിന് ഓപ്പോസിറ്റ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ഇത് പഠിക്കാൻ. അപ്പോൾ LIC കൂടുമ്പം ക്രെഡിറ്റ് ആണ്, AE കൂടുമ്പം ഡെബിറ്റ് ആണ്. LIC കുറയുമ്പം ഡെബിറ്റ് ആണ്, ഇവിടെ ഡെബിറ്റ് ആണ് എഴുതേണ്ടത്. ഇനി AE കുറയുമ്പാണ് എന്ത്? ക്രെഡിറ്റ് വരുന്നത്. അപ്പൊ നിങ്ങളോട് ഞാൻ ഇങ്ങനെ ചോദിക്കാം, എന്ത്? ലാബിലിറ്റി കൂടുമ്പം അപ്പൊ നിങ്ങൾ പറയാൻ പറ്റണം എന്ത്? ക്രെഡിറ്റ്. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ്. ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ്, അല്ലേ? എക്സ്പെൻസ് കുറയുമ്പോൾ ക്രെഡിറ്റ്. ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ്. ഇങ്ങനെ പറയാൻ പറ്റണം എവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചോദിക്കുമ്പോൾ. ഓക്കെ, എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ സ്വയം ഉറപ്പിക്കണം. നിങ്ങൾ സ്വന്തം ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും ആ ട്രാൻസാക്ഷനിലുള്ള ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഡെബിറ്റ് ആയത്, എങ്ങനെയാണ് ക്രെഡിറ്റ് ആയത് എന്നും നമുക്ക് പറയാൻ പറ്റും. ആ റീസൺ കൃത്യമായിരിക്കണം. വെറുതെ ഗസ് ചെയ്തിട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനെ പറയല്ല വേണ്ടത്. അങ്ങനെ പറയുമ്പോൾ തെറ്റിപ്പോവും. ഏതെങ്കിലും വല്ലപ്പോഴും ശരിയായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നമുക്ക് അങ്ങനെയല്ല പഠിക്കേണ്ടത്. നമുക്കിത് റൂളാണ്, ഈ റൂൾ വെച്ചിട്ടാണ് കണക്ക് ചെയ്യുന്നത്. സോ ഈ റൂള് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇതാണ് റൂൾ. ഇത് കൃത്യമായിട്ട് ഇപ്പൊ തന്നെ എഴുതി വെച്ചോ. എന്നിട്ട് നന്നായിട്ട് മനസ്സിൽ ഒരു 2, 3, 4, 5 പ്രാവശ്യം 5 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയാം. അതിനുശേഷം ബാക്കിയുള്ള വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ലാബിലിറ്റി വർദ്ധിക്കുമ്പോൾ ക്രെഡിറ്റ് ആവുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം? ചില ട്രാൻസാക്ഷൻ വെച്ചുകൊണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാൻ മയക്കാണ്. എല്ലാവരും ഇവിടെ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതി എടുക്കുക. ക്ലിയർ? ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങൾ ഇത് എഴുതിയെടുക്കുമ്പോൾ ഒരു പേജ്, അതായത് ഒരു നോട്ടിന്റെ ഒരു വലിയ പേജിൽ കംപ്ലീറ്റ് ഇത് ഇങ്ങനെ എഴുതുക. ഏറ്റവും ടോപ്പിൽ ഇത് എഴുതുക, കുറച്ച് താഴെ ഇത് ഒരു സെൻട്രൽ ആയിട്ട് ഇത് വരണം, പിന്നെ അതിന്റെ താഴെ ഇത്, ഏറ്റവും താഴെ ഇത് വരണം. ആ പേജിൽ നിങ്ങൾ വേറെ ഒന്നും എഴുതണ്ട. ആ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇതുപോലെ എഴുതുക. വളരെ അടുത്ത് പോകാൻ പാടില്ല ഇത് എഴുതുമ്പോൾ കേട്ടോ. അങ്ങനെയാകുമ്പോൾ ആകെ നാശാവും. അതുകൊണ്ട് എന്ത് ചെയ്യാം? നല്ല വിട്ട് ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് ഇത് എഴുതിക്കൊള്ളുക. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് ജസ്റ്റ് ആയിട്ട് കിടക്കാം. ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്, അസറ്റ്. ഞാനിവിടെ റാം started a business with cash 50,000. റാം സ്റ്റാർട്ടഡ് എ ബിസിനസ് റുപ്പീസ് 50,000. ഞാനിവിടെ 50,000 എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾ നോക്ക്, ഇങ്ങനെ 50,000 എന്ന് എഴുതി ഇങ്ങനെ ഒരു വരയിട്ട് എന്തിനാ? നിങ്ങൾ അങ്ങനെ ശീലിച്ചു വെക്കണം. കാരണം നമ്മൾ കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാരാണ്, പൈസ കൊണ്ട് കളിക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും ഇങ്ങനെ ഫിഗറുകൾ എഴുതും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കച്ചവടം നടത്തുന്ന ആളാണെന്ന് വിചാരിക്കുക. ഒരാൾക്ക് ചെക്ക് എഴുതി കൊടുത്തു, ജസ്റ്റ് 50,000 രൂപേന്റെ ചെക്കാണ് എഴുതി കൊടുത്തത്. നിങ്ങൾ ഇങ്ങനെ 50,000 എഴുതി അങ്ങിട്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓനെ അറിയാമെങ്കിൽ ഓനെ തീരുമാണെങ്കിൽ ഒരു 0 കൂടി ഇടാൻ കഴിയും. ഇനി അതിലും പൈസ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഇട്ട് കഴിഞ്ഞാൽ അതുമായി. അപ്പൊ 50,000 കൊടുക്കേണ്ട നിങ്ങൾ 5 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഓനങ്ങ് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയാണോ എമൗണ്ട് എഴുതേണ്ടത് അത് എഴുതിയതിന് ശേഷം ഇങ്ങനെ വരിക. ഇങ്ങനെ എഴുതിയതിന് ശേഷം അതിന്റെ അടുത്ത് തന്നെ വരെയാണ് കേട്ടോ. ഇവിടെ ഒന്നും വരരുത്. അങ്ങനെ ഞാൻ 6 ഊരി ഇട്ടിട്ടായിരിക്കും പിന്നെ അത് വരിക. അങ്ങനെ ചെയ്യരുത്. അപ്പൊ അത് ജസ്റ്റ് ചെറിയൊരു അറിവ് പറഞ്ഞതേ ഉള്ളൂ. അത് വലിയ കാര്യമില്ല, എന്നാലും കാര്യം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ കണക്കിലേക്ക് നോക്ക്. റാം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 50,000. റാം എന്ന് പറയുന്ന വ്യക്തി 50,000 രൂപ കൊണ്ട് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ആസ്പെക്റ്റുകൾ, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണ്. ഒന്ന് അതാണ്. ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ റാം ക്യാപിറ്റൽ ആണ് വരിക. റാം ക്യാപിറ്റൽ. ഇവിടെ നോക്ക്, ഇവിടെ ക്യാഷ് എന്നുള്ളത് ബിസിനസ്സിലേക്ക് വരുന്നു. ക്യാഷ് എന്നുള്ളത് നമുക്ക് അസറ്റിൽ പെടുത്താൻ പറ്റുന്ന സാധനം, അസറ്റ്. അപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ അസറ്റ് കൂടി വരുന്നു. അസറ്റ് കൂടുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിനെ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ക്യാഷിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് ക്യാഷ് ഇവിടെ ഡെബിറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസറ്റ് ഇൻക്രീസ്ഡ്, സോ
ക്യാഷ് ഈസ് ട്രീറ്റഡ് ആസ് ഡെബിറ്റ്. ഇനി ക്യാപിറ്റൽ, റാം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ട്, ലാബിലിറ്റി ഇൻകം ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഇവിടെ ബിസിനസ്സിലെ ക്യാപിറ്റൽ, ഒരു പുതിയ ക്യാപിറ്റൽ ഉണ്ടാകുകയാണ്, വർദ്ധിച്ചു വരികയാണ് ഉള്ളത്. അതായത് നിലവിലൊന്നുമില്ല, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഇങ്ങനെ കൂടി വരികയാണ്, ഉണ്ടായതാണ്, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ക്രെഡിറ്റ് വന്നു. ക്രെഡിറ്റ് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് വന്നേ? ക്യാപിറ്റൽ ഉണ്ടാകുമ്പോ ക്രെഡിറ്റ് ആണ് അല്ലേ? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ട്രാൻസാക്ഷൻ എടുത്ത് നോക്കാം. നോക്കിക്കോളൂ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 4,000. ഇവിടെ ഡെബിറ്റ് ആസ്പെക്റ്റും നമുക്ക് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ക്രെഡിറ്റ് ആസ്പെക്റ്റും നമുക്ക് കണ്ടുപിടിക്കണം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, നിങ്ങൾ സാധനം മേടിച്ചു, പൈസ കൊടുത്തു, ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ പർച്ചേസും ക്യാഷും ആണ് ഇതിലുള്ള 2 ആസ്പെക്ട് എന്ന് പറയുന്നത്. പർച്ചേസും ക്യാഷും, അതായത് പർച്ചേസ് എന്ന് പറയുന്നത് നമുക്ക് സാധനം ഇങ്ങോട്ട് വരികയാണല്ലോ, സാധനം എന്ന് പറയുന്നത് അസറ്റ് ആണല്ലോ. അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഡെബിറ്റ് ആണ് ചെയ്യുക. സോ പർച്ചേസിനെ നമുക്ക് ഇവിടെ ഡെബിറ്റ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളെ കയ്യിൽ നിന്ന് എന്താണ് പോകുന്നത്? ക്യാഷ് ആണ് പോകുന്നത് അല്ലേ? നമ്മളെ കയ്യിലുള്ള ക്യാഷ് കുറയുകയാണ്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ അസറ്റ് ആണ്. ആ അസറ്റ് കുറയുമ്പോൾ, അസറ്റ് കൂടുമ്പോഴാണ് ഡെബിറ്റ്, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ആണ്. സോ ക്യാഷ് എന്നുള്ള അസറ്റ് കുറയുന്നു, അതുകൊണ്ട് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വ്യക്തമായ റീസണോട് കൂടിയിട്ട് കൂടുന്നു കുറയുന്നു. ഓക്കെ, ഇതാണ് കണക്ക് എന്ന് പറയുന്ന സംഗതി. ഇത് കള്ളിയൊക്കെ വരച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ മാറ്റിയിട്ട് മറ്റൊരു രൂപത്തിലൊക്കെ ചെയ്യും, ഈ എമൗണ്ട് ഒക്കെ എടുത്തിട്ട് ചെയ്യും. ഇപ്പം നമ്മൾ ആ മർമ്മം, അതിന്റെ ഇമ്പോർട്ടന്റ് സാധനം പിടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും അറിയണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് കണക്ക്, ഇത് തന്നെയാണ് കണക്ക്. ഇനി നമുക്ക് ഒരു ട്രാൻസാക്ഷൻ കൂടി നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കബീർ 4,000. നിങ്ങൾ കബീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഓക്കെ, പക്ഷേ കബീർ നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ല. ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് മക്കളെ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ പേര് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അദ്ദേഹത്തിന് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. ക്രെഡിറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്, അതൊരു ലാബിലിറ്റി ആണ്. നമ്മൾ പൈസ കൊടുക്കാണ്ട് ലാബിലിറ്റി അല്ലേ? ആണ്, ക്രെഡിറ്റർ ആണ്. അപ്പോൾ ആളെ പേര് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷനിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം പൈസ കൊടുക്കാണ്ടുള്ള പർച്ചേസ് ആണെന്ന്. അതിന് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം, ഞാൻ ഇപ്പം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ സാധനം മേടിച്ചു, പൈസ കൊടുത്തില്ല. അപ്പൊ നിങ്ങൾക്ക് വരുന്നത് എന്താ? അങ്ങോട്ട് കിട്ടുന്നത് സാധനമാണല്ലോ, സാധനം മേടിച്ചതാണല്ലോ. മേടിക്കുമ്പോൾ നിങ്ങൾ അതിനെ പർച്ചേസ് എന്നാണ് പറയുക, അത് ഇങ്ങോട്ട് വരികയാണ്, അതൊരു അസറ്റാണ്. സാധനം എന്ന് പറയുന്ന ഒരു അസറ്റ് അല്ലേ? അതല്ലേ നമുക്കിപ്പം ബിസിനസ്സിലോട്ട് വന്നത് 4,000-ൻ്റെത്. അപ്പൊ അസറ്റ് വർദ്ധിച്ചല്ലേ? അപ്പൊ അത് നമ്മൾ ഡെബിറ്റ് അല്ലേ ചെയ്യേണ്ടത്? അല്ലേ? ആണ്. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി രണ്ടാമത്, നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ അസറ്റ് കുറഞ്ഞു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾ പൈസ കൊടുക്കാണ്ടാ മേടിച്ചത്, കടത്തിനാണ്. നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ച അദ്ദേഹത്തിന് കൊടുക്കുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ലാബിലിറ്റിയാണ് ഈ കബീർ. കൊടുക്കണമല്ലോ. ലാബിലിറ്റി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ക്രെഡിറ്റ് ആണല്ലോ എപ്പോഴും ചെയ്യുക. അതുകൊണ്ടാണ് ലാബിലിറ്റി വർദ്ധിക്കുമ്പോൾ അതിന് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അതുകൊണ്ട് കബീറിനെ ക്രെഡിറ്റ് ചെയ്യും. ഇപ്പൊ മനസ്സിലായല്ലോ? ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ എടുത്തിട്ടും നമുക്ക് അത് ഡെബിറ്റ് ആയത്, ക്രെഡിറ്റ് ആയത്, അതെങ്ങനെ ഡെബിറ്റ് ആയി, എങ്ങനെ ക്രെഡിറ്റ് ആയി, ഇങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് എത്ര നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നോ, എത്ര നന്നായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നോ, അത്രയും നന്നായിട്ട്, അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളിത് മാക്സിമം ട്രൈ ചെയ്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ആക്കി വെക്കണം. ഓക്കെ, എത്ര നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് നന്നായിട്ട് കണക്ക് ചെയ്യാൻ പറ്റും. 5 തവണ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. 6 തവണ ചെയ്ത് കഴിഞ്ഞാൽ, റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. 10 തവണയാകുമ്പോൾ അതിൻ്റെ ഇരട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എത്ര തവണ കാണുന്നു അത്രയും ഈസി ആയിട്ട് കണക്ക് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു സാധനം നോക്കാം.
സാലറി പെയ്ഡ് എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന സാധനം. സാലറി പെയ്ഡ്. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു വ്യക്തി ജോലി ചെയ്യുകയാണെങ്കിൽ മാസാമാസം അവന് കൃത്യമായിട്ട് എണ്ണി കൊടുക്കേണ്ടി വരും സാലറി. അങ്ങനെ ഒരു മാസം ഒരു വ്യക്തിക്ക് കൊടുത്ത സാലറി എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. ബിസിനസ്സിലെ അക്കൗണ്ടന്റ് ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും അദ്ദേഹത്തിന് മസ്റ്റായിട്ട് കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് അത് കണ്ടെത്തണം. ഓക്കെ, നിങ്ങൾ അക്കൗണ്ടന്റ് ആണല്ലോ, നിങ്ങൾ ഇത് കണ്ടെത്തണം. നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ട് ഒരു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് ഡെബിറ്റ്, ഏതാണ് ക്രെഡിറ്റ്? സാലറി എന്ന് പറയുന്ന സാധനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. സാലറി കൊടുക്കുമ്പോൾ നിങ്ങളെ പൈസയാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാം. പൈസ പോയി എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ടുണ്ടല്ലോ. ക്യാഷ് പോയി എന്നുള്ളത് 10,000. അപ്പൊ ക്യാഷ് എന്നുള്ള അസറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ അസറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണ്, കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ അസറ്റ് പോകുമ്പോൾ ക്രെഡിറ്റ് ആണ് നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് ഞാൻ ക്യാഷ് എന്നുള്ള അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഡെബിറ്റ് ഒന്നും കിട്ടിയതായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഡെബിറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ക്യാഷിനോട് ഈ ക്യാഷ് എങ്ങനെയാണ് നമ്മുടേത് പോയത്? സാലറി കൊടുത്തിട്ടല്ലേ. സാലറി എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റി ആണോ, ഇൻകം ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ആണോ, അസറ്റ് ആണോ? എക്സ്പെൻസ് ആണ്. സാലറി ഈസ് ആൻ എക്സ്പെൻസ്. നിങ്ങൾക്ക് ഒരു പുതിയ 10,000 രൂപ കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. ഈ മാസം നിങ്ങൾക്ക് 10,000 രൂപ ചെലവായിരിക്കുകയാണ് ഇൻ ദി ഫോം ഓഫ് സാലറി, സാലറിയുടെ രൂപത്തിൽ. ഓക്കെ, അപ്പോ സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് വർദ്ധിച്ചു, എക്സ്പെൻസ് വർദ്ധിച്ചു, വർദ്ധിക്കുമ്പോൾ ഡെബിറ്റ് ആണ്. സോ സാലറി. ഇതാണ് ഡെബിറ്റും ക്രെഡിറ്റും. ഇവിടെ എങ്ങനെയാണ് ഡെബിറ്റ് ആയത്? സാലറി ഇൻക്രീസ് ചെയ്തു. ഇവിടെ എങ്ങനെയാണ് ക്യാഷ് ക്രെഡിറ്റ് ആയത്? അസറ്റ് ഡിക്രീസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒന്നും കൂടി ചെയ്തു നോക്കാം. സോൾഡ് ഗുഡ്സ് ടു റാം. റാം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ 2,000 രൂപയുടെ സാധനം വിറ്റു എന്നാണ് ഈ പറഞ്ഞത്. റാം എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ 2,000 രൂപയുടെ സാധനം വിറ്റു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങ് പോയി. സാധനം എങ്ങനെയാ പോയത്? സെയിൽ ചെയ്തിട്ട്. അപ്പൊ ഒന്ന് സെയിലാണ്, സെയിൽ അല്ലേ? ഇനി നിങ്ങൾക്ക് മറുപടി ആയിട്ട് എന്ത് കിട്ടി? 2,000 രൂപ കിട്ടിയോ? കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു വ്യക്തികളുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അത് കടത്തിനുള്ള ട്രാൻസാക്ഷൻ ആണ്. അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കിട്ടുകയോ പോകുകയോ ചെയ്തിട്ടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കിട്ടുകയോ പോകുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയും. ക്യാഷ് അവിടെ കിട്ടിയിട്ടില്ല, പോയിട്ടില്ല, മറന്നു പോകാൻ പാടില്ല. ഓക്കെ, അപ്പോ ഇത് ഓർമ്മിക്കണം. റാം നമുക്ക് പൈസ തന്നിട്ടില്ല. സോ റാം എന്ന് പറയുന്ന വ്യക്തി ഇങ്ങോട്ട് എനിക്ക് പൈസ തരാനുണ്ടല്ലോ. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള വ്യക്തിനെ നമുക്ക് ഡെറ്റർ എന്ന് വിളിക്കാം. ആ ഡെറ്റർ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അപ്പോൾ എനിക്കൊരു പുതിയ 2,000 രൂപ കിട്ടാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ 2,000 രൂപ ഇവിടെ കിട്ടാനുണ്ട് എന്നുള്ള നിലയിൽ കിടക്കുകയാണ്. അസറ്റ് 2,000 വർദ്ധിച്ചു. ക്യാഷ് കിട്ടിയെന്നല്ലേ. ഒരാൾ പൈസ തരാനുണ്ടെങ്കിൽ അതിന് അസറ്റ് എന്നാണ് വിളിക്കുക, ഡെറ്റർ എന്നാണ് വിളിക്കുക, അസറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മുടെ അസറ്റ് വർദ്ധിച്ചു എന്നാണ്. അസറ്റ് വർദ്ധിക്കുമ്പോൾ ഡെബിറ്റ് ആണ്. അതുകൊണ്ട് റാം എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഇനി സെയിൽസ് എന്ന് പറയുന്ന ഈ സംഗതി ഉണ്ടല്ലോ. സെയിൽസിനെ നിങ്ങൾക്ക് 2 തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. സെയിൽസിനെ നിങ്ങൾക്ക് 2 തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. സെയിൽ എന്ന് പറയുന്നത് സാധനം, ഗുഡ്സ് എന്ന് പറയുന്ന ഒരു സാധനം പോയതാണ്. ഗുഡ്സ് ഒരു അസറ്റാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള 2,000 രൂപയുടെ സാധനം പോയി. ആ അസറ്റ് പോയി എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, അസറ്റ് ഗോസ് ഔട്ട്, അസറ്റ് പോയി എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ സെയിൽ എന്ന് പറയുന്നത് വെറും ഒരു അസറ്റ് ആയിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന സംഗതിയല്ല. സെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻകം ആണ്. മേജർ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് സെയിൽസ് ഓർ ഇൻകം. ഇൻകം എന്നല്ല, സെയിൽസ്. ഇൻകം സെയിലാണ്. ഓക്കെ, അപ്പോൾ സെയില് വർദ്ധിച്ചു എന്നാണ്. ഇൻകം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെ
ക്രെഡിറ്റ് ചെയ്യാം. ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മളിവിടെ ആക്ച്വലി സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഈ ഒരു റീസണും നമുക്ക് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അതായത് അസറ്റ് പോയി, സാധനം വിൽക്കുമ്പോൾ അസറ്റ് പോയി എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിലിനെ ക്രെഡിറ്റ് ചെയ്യാം. പക്ഷെ അതിൽ നല്ലത് സെയിൽ ഈസ് എ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ബിസിനസ്. സോ സെയിൽ നടക്കുമ്പോൾ ക്രെഡിറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സെയിൽ വർദ്ധിക്കുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് എന്നുള്ള അർത്ഥത്തിൽ പറയാം. അപ്പോൾ ഈ രണ്ട് ട്രീറ്റ്മെന്റിലും രണ്ട് റീസൺ പ്രകാരവും നിങ്ങൾക്ക് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ എൻ്റെ സാധനം പോയി അതുകൊണ്ട് ഇതിനെ ക്രെഡിറ്റ് ചെയ്ത്, സാധനം പോയി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമുക്കവിടെ സാധനം പോയ നഷ്ടപ്പെട്ട സംഭവം അല്ലല്ലോ. നമുക്കവിടെ വലിയ സെയിൽസ് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെയിൽസിന് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വേണം നിങ്ങൾക്ക് ചിന്തിക്കാൻ. ഓക്കെ, ഇപ്പൊ ഏകദേശം എല്ലാ ടൈപ്പ് സാധനങ്ങളും ഞാൻ പറഞ്ഞു. അസറ്റ് വന്നു, എക്സ്പെൻസ് വന്നു, ക്യാപിറ്റൽ വന്നു, ഇൻകം വന്നു, ലാബിലിറ്റി വന്നു. ക്യാപിറ്റൽ നമ്മൾ ഫസ്റ്റ് എഴുതിയിട്ടില്ലല്ലോ. ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഗതിയാണ് ഇതിൽ പറയാനുള്ളത്. ഇതുപോലെ നിങ്ങൾ ട്രാൻസാക്ഷൻ എടുക്കുക, റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇത് കുറച്ച് വലിയ ക്ലാസ് ആയി പോയിട്ടുണ്ട്. കാരണം കണക്ക് എല്ലാം ഒരു ഇതിൽ തന്നെ വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. നമുക്ക് നാളെ മറ്റൊരു കാര്യം ചെയ്യാം. ഓക്കെ, ബൈ.